അഭിമാന പ്രൊജക്റ്റായ വിഴിഞ്ഞം തുറമുഖം അങ്ങനെ ഉദ്ഘാടനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഒരു ഭരണ മികവിൻ്റെ, അതുപോലെ പിണറായി വിജയൻ്റെ ഭരണ മികവിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് അത് കാണുന്നത്. പക്ഷേ അതൊക്കെ ഓക്കെ, അവരൊക്കെ അതിനുള്ള നിസ്തുലമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിയൊക്കെ അതിൽ യോഗത്തിലൊക്കെ പോയിരിക്കണേ കണ്ട്, അത് മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടി ആ ഒരു പ്രിവിലേജാണല്ലോ ആ കുട്ടിക്ക് കിട്ടിയത്. ആ കുട്ടിക്ക് അത് പങ്കെടുക്കാൻ പറ്റിയത് ഒരു വലിയ കാര്യം തന്നെ. പക്ഷെ നമ്മൾക്കത് അങ്ങനെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അപ്പോൾ ഈ ചോദ്യം നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ചോദിച്ചു, റിപ്പോർട്ടർ നമ്മുടെ പത്രസമ്മേളനത്തിൽ ചോദിച്ചത് ആർക്കും ഇഷ്ടമായിട്ടില്ല, മുഖ്യമന്ത്രിക്ക് ഇഷ്ടമായിട്ടില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതത്ര നല്ല കാര്യമാണോ? എന്താ തോന്നണത്? എന്താണ്? അല്ല, ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ പ്രതിപക്ഷക്കാരാണ് പ്രതികരിക്കേണ്ടത്. അവരാണ് ഇതിനെ പറയേണ്ടത്. ഈ വി.ഡി. സതീശന് ഒന്നും രണ്ടും പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളുകളാണ്. ഇയാളൊന്നും കയറിയിട്ട് ഇതിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. ആരാടോ അല്ലെങ്കിൽ തനിക്കെന്ത് യോഗ്യതയാടോ ഇവരെ കൊണ്ടുപോയി ഇരുത്താൻ എന്ന് ചോദിക്കുന്ന രീതിയിലേക്കെങ്കിലും പറയണമായിരുന്നു. മുഖ്യമന്ത്രിയോട് ജനാധിപത്യ വ്യവസ്ഥയിൽ ചോദിക്കാൻ പാടില്ല. ആരാ പറഞ്ഞത്? സ്വന്തം കുടുംബത്തിനെ കൊണ്ടുപോയിട്ട് ഡിക്റ്റയിലാണോ ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത്? ഭാര്യ ഇതുപോലെ പോയി INS വിക്രാന്തിന്റെ ലോഞ്ചിങ്ങിന് പോയിരിക്കുന്നതും ഒരു ഇന്റർനാഷണൽ മൾട്ടി ബ്രാൻഡഡ് കമ്പനീസുമായിട്ട് സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമല്ലേ? അവര് അവിടെ നിർത്തുന്നത് ഇന്റേണൽ മീറ്റിംഗ് ആണ്. ആ ഇന്റേണൽ മീറ്റിംഗിൽ വന്നിരിക്കുമ്പോൾ അതിന് ഡിഫറൻസ് ഉണ്ട്. അവിടെ ഇരിക്കുന്നത് പിണറായി വിജയന്റെ മകൾക്കും പിണറായി വിജയന്റെ പേരക്കുട്ടിക്കും വന്നിട്ട് സംസാരിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? അവരെന്താണ് സർക്കാരിന്റെ ക്രെഡൻഷ്യൽ വെച്ചിട്ടാണ് പോകുന്നത്? എന്ത് ക്രെഡൻഷ്യൽ വെച്ചിട്ടാണ് പോകുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. ഒരു ക്രെഡൻഷ്യലും ഇല്ലാതെ അവിടെ പോയി സംസാരിക്കുന്നുവെങ്കിൽ ഇത് പ്രതിപക്ഷത്തിന്റെ പരാജയമാണ്. എന്തുകൊണ്ട് പ്രതിപക്ഷം അവിടെ നിരന്തരം പറയണം? എത്രയോ വിഷയങ്ങളുണ്ടായിട്ട് പോലും, സംസ്ഥാന സർക്കാരിന്റെ വിഷയമായിട്ട് പോലും പ്രതികരിക്കേണ്ട രീതിയിൽ, ഒരു ആവേശം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണം. അതിനേക്കാളും വലിയ മണ്ടത്തരമല്ലേ നടക്കാൻ പോകുന്നത്? 4ാം വർഷം, ഈ പിണറായി സർക്കാരിന്റെ 4ാം വർഷത്തിൽ പങ്കെടുക്കുന്നത്, പിണറായി വിജയന്റെ മഹാത്മ്യം പറയാൻ പറഞ്ഞ് പങ്കെടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്നലെ ശ്രീ വാസവൻ പറയാണ്, വാർത്താ സമ്മേളനത്തിൽ പറയാണ്, ഞങ്ങളുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വിഴിഞ്ഞം പദ്ധതി, അതിന് പങ്കെടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് പറയണം. ഇനി വേറെ കാര്യം, അതില് ഈ 4ാം വാർഷികത്തെ ഇത് വാസവൻ പറഞ്ഞ, ഞാൻ പറഞ്ഞതല്ല. വാസവൻ വേറൊരു കാര്യം കൂടിയും പറഞ്ഞു. അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ലിസ്റ്റ് ഇട്ടു. ആ ലിസ്റ്റിൽ ആരൊക്കെ ഉള്ളതെന്ന് അറിയോ? നരേന്ദ്രമോദി. പുറത്തുള്ള പാർട്ടിയിൽ നിന്ന് ആരാ വരുന്നതെന്ന് അറിയോ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ. ഇയാളല്ലാതെ വേറൊരാളും ഇല്ല അവിടെ ലിസ്റ്റിലുള്ളത്, ഔദ്യോഗിക ലിസ്റ്റിൽ. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ CPIM-ഉം BJPയും നടത്തുന്ന BJPയുടെയും സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയുടെ 4ാം വർഷ കൂട്ടായ്മയാണ് അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനം. പക്ഷെ ശ്രീവാസൻ പറഞ്ഞത് എന്താ? ഞങ്ങളുടെ 4ാം വർഷ വരുന്നതല്ല പ്രശ്നം, അതിനെ എക്സ്പോസ് ചെയ്ത് അതിനെ ഭയങ്കര അഭിമാനപൂർവ്വം പറഞ്ഞു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം. അല്ല, അങ്ങനെയല്ല, 4ാം വാർഷികമായിട്ട് അനുബന്ധിച്ച് എന്നാണ് പറഞ്ഞത്. അതാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. അപ്പോ CJP മുന്നണി ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി CJP മുന്നണി കേസിന് മാത്രല്ല, വഖഫിന്റെ ഒരു യോഗം എന്ത് നടക്കുന്നുണ്ടല്ലോ, അതിലും പ്രതിപക്ഷ നേതാവിനെ ക്ഷണല്ല, BJPക്ക് സംസ്ഥാന അധ്യക്ഷനെ ക്ഷണമുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നതെന്ന് വെച്ചാല് അടുത്ത പ്രാവശ്യം എങ്ങനെയെങ്കിലും CJP മുന്നണി അധികാരത്തിൽ വരണമെന്നാണ്. CJP മുന്നണി അധികാരത്തിൽ വരണം. നേതാക്കന്മാർ മാത്രം അല്ല, നേതാക്കന്മാർ എന്തുകൊണ്ട് പോസിബിൾ ആവില്ല? കാരണം എന്ന് വെച്ചാല് ഇവിടെ എന്ന് വെച്ചാൽ പകുതിയോളം 30 സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഭരിക്കുമെന്ന് പറയുന്ന നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ മാർക്സിസ്റ്റുകാർ BJPക്ക് വേണ്ടി പണിയെടുക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? BJPക്ക് വേണ്ടിയിട്ട് പണിയെടുക്കില്ല, പക്ഷേ BJP CPM-ന് വേണ്ടി പണിയെടുക്കും. അത് BJPക്കാരനായ പ്രവർത്തകൻ അങ്ങനെ CPM-ന് വേണ്ടി പണിയെടുക്കുന്നു ചിന്തിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. BJPക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അധികാരത്തിൽ വരണമെന്ന് ചിന്തയുള്ള പാർട്ടിയല്ല. അവിടെ വ്യത്യാസമുണ്ട്. 10 വർഷം അവർ കാണുന്നുണ്ടെങ്കിൽ 10 വർഷത്തിന്റെ ഉള്ളിൽ എങ്ങനെ അധികാരത്തിലെത്താമെന്ന് മാത്രം ചിന്തിക്കുന്ന പാർട്ടിയാണ്. സാധാരണക്കാരായ ഒരു BJP പ്രവർത്തകൻ CPM-ന് വേണ്ടി ഇപ്പൊ ഒരു നേതാവ് പറഞ്ഞാൽ പോലെ CPM-ന് പണിയെടുക്കും. അതിന് ഏറ്റവും വലിയ കാരണം ഞാൻ പറഞ്ഞുതരാം. കാരണം അടുത്ത പ്രാവശ്യം പണിയെടുത്ത് 5 കൊല്ലം കൂടി സഹിച്ചാൽ മതി. തെറ്റായ ചിന്തയാണ്. അല്ല, തെറ്റായ ചിന്തയല്ല, ഞാൻ പറയട്ടെ. ഇത് അടുത്ത തവണ കൂടി CPM ഇവിടെ അധികാരത്തിൽ വരികയാണെങ്കിൽ
പറയുകയാണെങ്കിൽ ഇതോട് കൂടിയിട്ട് കോൺഗ്രസ് ഇല്ലാതാകുമെന്നും കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന ബെനിഫിഷ്യറി എന്ന് പറയുന്നത് BJP ആണെന്നും ഉത്തമ ബോധ്യം അവിടുത്തെ സാധാരണക്കാരായ പ്രവർത്തകർക്കുണ്ട്. എനിക്ക് പറയാനുള്ളത് വെച്ചാല് ഇത്രയും ഒരു തെറ്റായ പ്രവണത സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നായിട്ട് പ്രതിപക്ഷം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? പ്രതിപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. അല്ല, എനിക്ക് പ്രതിപക്ഷം മര്യാദ കാണിക്കുന്നത്. കാരണം എന്ത് മര്യാദയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. മര്യാദ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു. പൊതുമധ്യത്തിൽ വലിച്ചിറക്കുകയാണെങ്കിൽ ആ പാവപ്പെട്ട ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു അവിടെ. ആ പാവപ്പെട്ട ഉമ്മൻചാണ്ടിയെ നിയമസഭയിൽ ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയന് ആ റിപ്പോർട്ട് വായിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പരസ്യമായിട്ട് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അയാളെ കുടുംബത്തെ അയാളെ മൂത്ത മകളെ, രണ്ടാമത്തെ മകനെ ഏതൊക്കെ രീതിയിൽ അവഹേളിച്ചിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ അവഹേളിച്ചിട്ടുണ്ട്. അതിന് അല്ല, VD സതീശനല്ല ഞാനിവിടെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും പറയണ്ട. അപ്പൊ നിസാർ കുമ്പളയുമായിട്ടുള്ള ഒരു വിഷയം വന്നു. അവിടെയും പ്രശ്നം എന്താണ്? അവിടെയും പറഞ്ഞു ഇയാളൊക്കെ പറയുന്നത് കണ്ടില്ലേ, ചീനളിഞ്ഞ രാഷ്ട്രീയമാണ് പറയുന്നത്, കുടുംബത്തെ അവഹേളിക്കുന്നു. ഇവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാലാണ് എല്ലാവർക്കും പ്രശ്നം. CPM-നെതിരെ പറഞ്ഞു കഴിഞ്ഞാലാണ് പ്രശ്നം. ഞാനിവിടെ ഒരൊറ്റ കാര്യം, എന്റെ ക്വസ്റ്റ്യന് ഇത്രയധികം എന്താ പറയാ സ്വജനപക്ഷപാതത്വം കുടുംബാധിപത്യം കാണിച്ചിട്ട് എന്തുകൊണ്ട് പ്രതിപക്ഷം പ്രതികരിക്കുന്നില്ല? അല്ല, പ്രതിപക്ഷം ഇനി പ്രതികരിക്കേണ്ട ആവശ്യമില്ല. കാരണം ജനങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞു. അടുത്ത ഇലക്ഷനിൽ വലിയ രീതിയിൽ 100 സീറ്റിലേക്ക് UDF അധികാരത്തിൽ വരുമെന്നുള്ളത് ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു.